ഈശോം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ മനസ്സിന് അല്പം ശാന്തിയും സമാധാനവും ആഗ്രഹിച്ചാണ് നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ എത്തിയിരിക്കുന്നത് ശരിയായ ഒരു ഇടത്താണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തെക്കുറിച്ചാണ്. വിശ്വസിക്കാൻ ഒരാളുണ്ടെങ്കിൽ, തലചായ്ക്കാൻ ഒരു മടിത്തട്ടുണ്ടെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾക്ക് എന്തു ആശ്വാസമാണെന്നല്ലേ. അത്തരമൊരു മടിത്തട്ടാണ് പരിശുദ്ധ അമ്മ. നമ്മൾ പലപ്പോഴും ജപമാലയ്ക്ക് ശേഷം ചൊല്ലാറുള്ള ലുത്തിനിയ അഥവാ മാതാവിൻ്റെ വണക്കുമാസം വെറുമൊരു പ്രാർത്ഥനയാണോ അതോ അമ്മയുടെ ഓരോ ഭാവങ്ങളെയും അനുഭവിച്ചറിയുവാനുള്ള ഒരു യാത്രയാണോ? ഇന്ന് നമുക്ക് അമ്മയുടെ അനുഭവങ്ങളിലൂടെയും ആ വിശേഷങ്ങളിലൂടെയും ഒന്ന് സഞ്ചരിക്കാം. ആരാണ് നമുക്ക് പരിശുദ്ധ അമ്മ? ബൈബിളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അധികം സംസാരിക്കുന്ന ഒരു അമ്മയെയല്ല നമ്മൾ കാണുന്നത്. എന്നാൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതം ഏറ്റെടുത്ത നിമിഷം മുതൽ കുരിശിൻ ചുവട്ടിൽ മകൻ്റെ മൃതശരീരം ഏറ്റുവാങ്ങുന്ന നിമിഷം വരെ ആ അമ്മ അനുഭവിച്ച തീവ്രമായ അനുഭവങ്ങൾ അത് സ്നേഹത്തിൻ്റെതായിരുന്നു. ബത്ലഹേമിലെ കൊടുന്തണുപ്പിൽ തൻ്റെ കുഞ്ഞിനെ ചൂട് പകരുവാൻ മാറോട് ചേർത്ത അമ്മ ഈജിപ്തിലേക്കുള്ള പലായനത്തിൽ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച അമ്മ കാനായിലെ കല്യാണ വീട്ടിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ സങ്കടം സ്വന്തം സങ്കടമായി കണ്ട അമ്മ. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ അനുഭവങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതായിരുന്നു. സ്വന്തം മകൻ കുരിശിൽ കിടക്കുമ്പോഴും യോഹന്നാനെ നോക്കി ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഈശോ ആ അമ്മയെ നമുക്ക് തന്നത് വെറുതെയല്ല. നമ്മുടെ ഓരോരുത്തരുടെയും സങ്കടങ്ങളിൽ അമ്മ കൂടെയുണ്ടാകുവാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെടുമ്പോൾ അമ്മേ എന്നൊന്ന് വിളിച്ചു നോക്കൂ. ആ വിളിയിൽ ഒരു അത്ഭുത ശക്തിയുണ്ട്. ആ ശക്തിയാണ് ലുത്തിനി എന്ന പ്രാർത്ഥനയിലൂടെ സഭ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ ജപമാല കഴിഞ്ഞ് ചൊല്ലുന്ന ലുത്തിനിയ പലപ്പോഴും നമ്മൾ അർത്ഥമറിയാതെ ചൊല്ലിപ്പോകാറുണ്ട്. ദാവീദിൻ്റെ കോട്ടയെ, സ്വർണാലയമേ, വാഗ്ദാനത്തിൻ്റെ പേടകമേ, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇവയോരോന്നും അമ്മയുടെ ഓരോ അനുഭവങ്ങളാണ്. നമുക്ക് പ്രധാനപ്പെട്ടത് ചിലത് നോക്കാം. രോഗികളുടെ ആരോഗ്യമേ, ലോകത്തിൽ എത്രയോ ആശുപത്രികളിൽ മരുന്നുകൾക്ക് പോലും ഫലം കാണാത്ത നിമിഷങ്ങളിൽ ജപമാല മുറുകെ പിടിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം ലഭിച്ച അനുഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അമ്മ വെറും ആശ്വാസമല്ല, അമ്മ സൗഖ്യമാണ്. ലൂർദിലും വേളങ്കണ്ണിയിലുമൊക്കെ നമ്മൾ കാണുന്നത് ഈ അമ്മയാണ്. നീതിയുടെ ദർപ്പണമേ, എന്താണ് ദർപ്പണം? കണ്ണാടി. ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും ഒരു കുറവും കൂടാതെ പ്രതിഫലിപ്പിച്ച കണ്ണാടിയാണ് മാതാവ്. നമ്മുടെ ജീവിതം ആ അമ്മയാകുന്ന കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പാപികളുടെ സങ്കേതമേ, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശേഷണം. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും, ലോകം മുഴുവൻ നമ്മളെ കുറ്റപ്പെടുത്തിയാലും ഓടിച്ചെന്ന് ഒളിക്കുവാൻ പറ്റുന്ന ഒരിടം, അതാണ് അമ്മയുടെ കാരുണ്യം. അവിടെ വിധിയല്ല, ചേർത്ത് പിടിക്കൽ മാത്രമാണ് ഉള്ളത്. ക്രിസ്ത്യാനികളുടെ സഹായമേ, ചരിത്രത്തിൽ എത്രയോ തവണ സഭയെയും വിശ്വാസികളെയും അമ്മ രക്ഷിച്ചിരിക്കുന്നു. ഇങ്ങനെ 50-ലധികം പൂക്കൾ ചേർത്ത് വെച്ച ഒരു പൂച്ചെണ്ടാണ് ലുത്തിനിയ. ഓരോ തവണ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ഞങ്ങൾ ചെല്ലുമ്പോഴും സ്വർഗവാതിൽ മുട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു വിശ്വാസ സത്യം മാത്രമല്ല, അനുഭവമാണ്. ഒരു സംഭവം ഓർമ്മ വരുന്നു. ഒരിക്കൽ ജീവിതമടുത്ത് ഒത്തിരി കടബാധ്യതകളും കുടുംബ പ്രശ്നങ്ങളും കൊണ്ട് തകർന്നു പോയ ഒരാൾ ഒരു പള്ളിയിൽ കയറിയിരുന്നു. അയാൾക്ക് പ്രാർത്ഥിക്കുവാൻ പോലും വാക്കുകൾ വരുന്നില്ല. അയാൾ ആകെ ചെയ്തത് മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ നിന്ന് കരയുക മാത്രമായിരുന്നു. കയ്യിലൊരു ജപമാല പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഇരുന്നപ്പോൾ അമ്മയുടെ രൂപത്തിൽ നിന്ന് ഒരു വലിയ സമാധാനം അയാളിലേക്ക് ഒഴുകി ഇറങ്ങുന്നതായി തോന്നി. നീ തനിച്ചല്ല, ഞാൻ കൂടെയുണ്ട് എന്ന് ആരോ ഉള്ളിൽ പറയുന്നത് പോലെ. അത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത ദിവസങ്ങളിൽ അയാളുടെ പ്രശ്നങ്ങൾക്ക് ഓരോന്നായി വഴിതെളിയാൻ തുടങ്ങി. അത്ഭുതകരമായ രീതിയിൽ അയാൾക്ക് സഹായങ്ങൾ ലഭിച്ചു. പ്രിയമുള്ളവരെ, മാതാവിൻ്റെ മധ്യസ്ഥ്യം അനുഭവിച്ചിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും. കണ്ണീരോടെ നമ്മൾ വിളിച്ചാൽ മറുപടി തരാത്ത ഒരമ്മയും സ്വർഗത്തിലില്ല. അമ്മയെന്ന് വിളി കേൾക്കുമ്പോൾ ഈശോയ്ക്ക് പോലും മുഖം തിരിക്കാനാവില്ല. അതാണ് കാനായിൽ നമ്മൾ കണ്ടത്. എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ഈ നിമിഷം ഈ ഓഡിയോ കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ഭാരം മുഴുവൻ എന്താണെന്ന് എനിക്കറിയില്ല. അത് രോഗമാകാം, സാമ്പത്തിക തകർച്ചയാകാം, മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള വേവലാതികളാകാം, അല്ലെങ്കിൽ പാപബോധമാകാം. നമുക്ക് കണ്ണുകളൊന്ന് അടയ്ക്കാം, മനസ്സുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് പോകാം. ലുത്തിനിയിൽ നമ്മൾ വിളിച്ച ആ വിശേഷണങ്ങളൊക്കെ ഓർക്കാം. രോഗികളുടെ ആരോഗ്യമായ, പാപികളുടെ സങ്കേതമായ, ആശ്വാസത്തിൻ്റെ രാജ്ഞിയായ അമ്മേ, ഈ മക്കളെ അങ്ങ് കാണണമേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റവും സ്നേഹം നിറഞ്ഞ അമ്മേ, അങ്ങയുടെ സങ്കേതത്തിൽ ഓടിവന്ന് അങ്ങയുടെ സഹായം തേടി അങ്ങയുടെ മധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടില്ല. ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് ഞങ്ങൾ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ അണയുന്നു. ഞങ്ങളുടെ അമ്മേ, ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥനകൾ അങ്ങയുടെ തിരുക്കുമാരൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണമേ. ആമേ. പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ സംരക്ഷണം
നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.